ഓക്കെ, ഇത് 2024 CHSL ക്വസ്റ്റിലാണ്. ഈ ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നത് രണ്ട് രണ്ട് പാരൽ കോഡ്സ് രണ്ട് പാരൽ കോഡ്സ് അതാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ സെയിം സൈഡിൽ കിടക്കുവാണ്. രണ്ട് പാരൽ കോഡ്സ് ഒരു സർക്കിളിൻ്റെ സെയിം സൈഡിൽ കിടക്കുവാണ്. ഓക്കെ, ഇത് ഫസ്റ്റത്തെ കോഡ്, ഇത് രണ്ടാമത്തെ കോഡ്. ദെൻ അടുത്ത പറഞ്ഞിരിക്കുന്നത് ഈ കോഡുകളുടെ ലെങ്ത് 12ഉം 20ഉമാണ്. ദെൻ റേഡിയസ് ഓഫ് ദ സർക്കിൾ 5√13 ആണ്. സർക്കിളിൻ്റെ റേഡിയസ് 5√13 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ സെൻറ്റർ എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ റേഡിയസ്, ദെൻ ഇതാണ് രണ്ടാമത്തെ റേഡിയസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഫിഗറിൽ ഓറഞ്ച് കളറിൽ കാണുന്ന പോർഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓറഞ്ച് കളറിൽ കാണുന്ന പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ ഫസ്റ്റത്തെ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 5√13 ഉണ്ട്. ദെൻ ഇത് ഒരു കോഡിൻ്റെ ലെങ്ത് 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് 10 വരും. ഇത് ഒന്നാമത്തെ ട്രയാങ്കിൾ. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 5√13 ഉള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്. ദെൻ 6 ഉള്ളത്, അതായത് ഈ കോഡിൻ്റെ പകുതി 6 ഉള്ളത്. ഓക്കെ, ഇതായിരിക്കും 6 വരുന്നത്, ഇതായിരിക്കും 10 വരുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത് നിന്ന് ആ പച്ച കളറിലെ പോർഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറഞ്ച് കളറിലെ പോർഷൻ കിട്ടും. അത് ചെയ്യാനായിട്ട് നമുക്ക് ഈ ലെങ്ത്തുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ ഞാൻ 5√13 ഉണ്ട്, ഇത് 10 ഉണ്ട്. ഈ ഒരു ലെങ്ത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ 5 വെച്ച് കട്ട് ചെയ്തപ്പോൾ ഇത് 2 വന്നു. ഓക്കെ, ഇവിടെ ഒരു വാല്യൂ വരണം. ഈ 2ൻ്റെ സ്ക്വയർ 4ഉം ഇവിടെ കിടക്കുന്ന നമ്പറിൻ്റെ സ്ക്വയറും കൂടി കൂട്ടി കഴിയുമ്പോൾ √13 വരണം. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ 3 ആയിരിക്കണം. അപ്പോൾ ഇത് ട്രിപ്ലറ്റ് വെച്ച്, അതായത് ഇവിടെ 2ൻ്റെ സ്ക്വയർ 4ഉം ഇവിടെ കിടക്കുന്ന നമ്പറും കൂടി കൂട്ടി കഴിയുമ്പോൾ √13 വരണം. അപ്പോൾ 3 ആയിരിക്കണം. അപ്പോൾ ആക്ച്വലി നമ്മൾ 5 കട്ട് ചെയ്തു. 5 കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. 5 കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി എത്ര വന്നേനെ? 13, 10, 15 വന്നേനെ. അപ്പോൾ ഈ ഒരു ലെങ്ത് നമുക്ക് 15 എന്ന് പറഞ്ഞു കിട്ടും. ഈ 15 എന്ന് പറയുന്നത് ഈ ഫിഗറിൽ പച്ച കളറിൽ കിടക്കുന്ന പോർഷനാണ് 15 വരുന്നത്. ഓക്കെ, പച്ച കളറിൽ കിടക്കുന്ന പോർഷനാണ് 15 വരുന്നത്. ഇനി ഈ ട്രയാങ്കിൾ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്വയർ ചെയ്ത് തന്നെ ചെയ്യണം. ഇത് ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്, വൺ സൈഡ് ഉണ്ട്. അപ്പോൾ 25 × 13 -36 ആയിരിക്കും ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഓക്കെ, 25 × 13 എന്ന് പറയുമ്പോൾ തന്നെ 65, ദെൻ 26ഉം 6ഉം 325. 325 നിന്ന് 36 കുറച്ച് കഴിഞ്ഞാൽ 289 കിട്ടും. 289 എന്ന് പറയുമ്പോൾ 17ൻ്റെ സ്ക്വയറാണ്. 17ൻ്റെ സ്ക്വയറാണ്. സോ ഈ ടോട്ടൽ ലെങ്ത് 17, ഈ ഒരു ലെങ്ത് 15. സോ ഓറഞ്ച് പോർഷൻ്റെ ലെങ്ത് വരാൻ പോകുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്.